ഇന്ന് 29/10/2024 ഞങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സുന്ദര ദിനം. ഇന്ന് ഞങ്ങളുടെ യാത്ര വയനാട്ടിലെ ഗാന്ധി സദനം കാണാനാണ്. അവിടെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. അവരുടെ കൂടെ കളിയും ചിരിയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കലും സ്നേഹസമ്മാനങ്ങൾ കൈമാറലും അങ്ങനെ ഒരുപാട്. ഈ ഭൂമിയിൽ നമ്മൾ മാത്രം സന്തോഷിച്ച പോരാ, നമുക്ക് ചുറ്റുമുള്ള പ്രത്യേകിച്ചും ഒറ്റപ്പെട്ട ആളുകൾക്ക് അല്പം സന്തോഷം, അല്പം സമാധാനം നൽകാൻ നമ്മളാൽ സാധിച്ചാൽ അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ഗാന്ധി സദനം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിൻ്റെ പ്രിയ കൂട്ടുകാരനായ മിർസ അഫ്സൽ യൂനുസ് സക്കരിയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ നമ്മുടെ പ്രോഗ്രാമിനുണ്ട്. നമ്മളിപ്പോൾ ഗാന്ധി സദനത്തിലെത്തിയിട്ടോ. ഇനി ഇവിടുത്തെ അച്ഛന്മാരെയും അമ്മമാരെയും ഒക്കെ നമുക്ക് കാണാം. എൻ്റെ കൂടെ സ്നേഹ വീട്ടിലെ എല്ലാവരും ഉണ്ട്. ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഇതാണ് ഗാന്ധി സദനം. നമ്മുടെ വീട്ടിലൊക്കെ അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ടല്ലേ. ഇവിടെ കണ്ടില്ലേ കുറേ അമ്മമാരും അച്ഛന്മാരും. ഇവർക്കും മക്കളുണ്ടായിരുന്നു. കുറേയൊക്കെ മക്കൾ ഉപേക്ഷിച്ചവരാണ്, ആരാരുമില്ലാത്തവരാണ്. പക്ഷേ ആരാരുമില്ലാത്തവർക്ക് അത്താണിയാണ് ഗാന്ധി സദനം. സ്നേഹവീടിൻ്റെ ഓരോ ചാരിറ്റിയിലും എടുത്തു പറയേണ്ട രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് പ്രിയപ്പെട്ട മിശ്ര വാവാട്, മറ്റൊന്ന് പ്രിയപ്പെട്ട ഇന്ദു താമരശ്ശേരി. ഇവരൊരുപാട് പ്രയാസപ്പെട്ടാണ് നമ്മുടെ കൂടെ ഓരോ പ്രോഗ്രാമിനും വരുന്നത്. പേരെന്തായിരുന്നു? എന്താണെങ്കിലും നല്ല മനസ്സുള്ളവർക്ക് എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാം, എവിടെ വേണമെങ്കിലും എത്തിപ്പെടാം. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ പ്രിയപ്പെട്ട മിശ്രയും ഇന്ദുവും. ഓരോ യാത്രകളും നമുക്ക് ഒരുപാട് നല്ല അറിവുകളും അനുഭവങ്ങളും സമ്മാനിക്കുന്നു. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട്. ഈ സ്നേഹം ഒരിക്കലും മൂടി വെക്കാനുള്ളതല്ല. അത് മറ്റുള്ളവർക്ക് നൽകും തോറും നമുക്കത് തിരിച്ചു കിട്ടും. നൽകാൻ നമുക്ക് അല്പം സ്നേഹം, അല്പം കരുതൽ, പ്രത്യേകിച്ചും ആരാരുമില്ലാത്ത ഇതുപോലുള്ള അച്ഛനമ്മമാർക്ക്. ഇവരെ കൂടെ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ, ഇവരോട് സംസാരിച്ചപ്പോൾ, ഇവരെ കൂടെ പാട്ട് പാടിയപ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. ഈ ഒരു സന്തോഷം നൽകാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. ഇനി അടുത്ത സ്നേഹവീടിൻ്റെ അടുത്തൊരു അന്നദാനം വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. चाहे जो तुम्हें पूरे दिल से मिलता है वो मुश्किल से, ऐसा जो कोई कहीं है बस वो ही सब से हंसी है. उस हाथ को तुम थाम लो, वो मेहरबान कल हो न हो. हर घड़ी बदल रही है रूप जिंदगी, छाँव है कभी कभी है धूप जिंदगी. हर पल यहाँ जी भर जियो, जो है समा. മലരെ പൂ മലരെ
കനവിൽ നബിയേ യാ റസൂലേ വരണം തണിയേ യാ ഷഫിയേ പാപക്കരകൾ മായ്ക്കാനാ കനിവിന്നിശനുകൾ തോൽക്കാനാ എന്റെ നബിയെ വന്നില്ല പൗർണമി വചനം കണ്ടില്ല എന്റെ നബിയെ വന്നില്ല പൗർണമി വചനം കണ്ടില്ല മദീന മലരെ പൂമലരെ യാസീൻ മഹബൂബേ മദീന മലരെ പൂമലരെ ത്വാഹ യാസീൻ മഹബൂബേ ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ വനസുരഭിയ ഭൂമിയിലല്ലാതെ കാമുകഹൃദയങ്ങൾ ഉണ്ടോ ഈ വനസുരഭിയ ഭൂമിയിലല്ലാതെ കാമുകഹൃദയങ്ങളുണ്ടോ വർണ്ണങ്ങളുണ്ടോ വസന്തങ്ങളുണ്ടോ ഗന്ധർവഗീതമുണ്ടോ വസുന്ധരേ വസുന്ധരേ കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരും ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി. നമ്മുടെ കൂട്ടുകാരൻ മിർസ അഫ്സൽ സക്കരിയാണ്. ഇത് സതീശൻ സാറാണ് ഇവിടുത്തെ. അപ്പോൾ ഞങ്ങൾ ചെറിയ ഒരു ധനസഹായം പോലെ ചെറിയൊരു സംഖ്യ കൈമാറാണ്. ഓക്കെ, അപ്പോൾ തുടർന്ന് ഞങ്ങളെ എല്ലാ സഹായങ്ങളും ഉണ്ടാവും എന്ന് വാഗ്ദാനം തരികയാണ്. ഇതുപോലെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് എന്തൊക്കെ പറ്റും അതൊക്കെ ചെയ്യും കേട്ടോ. ഓക്കെ, ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പുറപ്പാടിലാണ്. ഗാന്ധി സദനം ഞങ്ങൾക്കൊരിക്കലും മറക്കാനാവില്ല. അവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ പലരും കരയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അവരുടെ സ്വന്തം മക്കളായിട്ട് അവർക്ക് തോന്നിക്കാണണം. എന്താണെങ്കിലും ഞങ്ങൾ നേരെ പോകുന്ന കാരാപ്പുഴ ഡാമിലേക്കാണ്. അവിടെ കുറച്ച് നേരം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്നേഹസമ്മാനങ്ങൾ നൽകിയും ആദരവ് നൽകിയും ചിലവഴിച്ചു. അതിനുശേഷം ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. എന്താണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു നല്ല ഡേ ആയിരുന്നു 29/10/2024. പ്രത്യേകിച്ചും നന്ദി പറയേണ്ടത് ഈ ഒരു ഗാന്ധി സദനം ഞങ്ങളിലേക്ക് എത്തിച്ച, ഗാന്ധി സദനത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു തന്ന മിർസ അഫ്സൽ യൂനുസ് സക്കരിയ ആൻഡ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനാണ്. വീടിന്റെ വക ഒരു ആദരവാണ് മിർസ അഫ്സൽ യൂനുസ് സക്കരിയ. വയനാടിന്റെ മുത്താണ്. പ്ലീസ് കം. അടുത്തതായിട്ട് നമ്മുടെ മിസ്സിസ് മിർസ, പ്ലീസ് കൈയടിക്കുക.
ഹസൻക എന്നാ ഇതാരെ ചെയ്യാ ഏതസനാണ്? 2 ഹസൻ ഉണ്ട്. ആ ഓക്കെ. വയസ്സ് മൂത്താണ്. ഓക്കെ അടുത്ത ഹസൻ 2. ഇതൊന്ന് ഇതിൽ ഞെക്കിയാല് ഫോട്ടോ കൈയടിക്കും മക്കളെ. ഷോർട്ട് ഫിലിമിന്റെ വേഷത്തിലുണ്ടോ? ആള് മഞ്ചനാണ്. നോക്കേ ഫോട്ടോ നോക്കണേ. സ്റ്റാർട്ട് പോയിക്കോളൂ. മാറില്ലേ. അടുത്ത നമ്മുടെ ജനാർദ്ദനുള്ള ഉപഹാരമാണ്. ഇവിടെ ഇല്ല അദ്ദേഹം. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ആരാണ് ഏറ്റുവാങ്ങുന്നത്? മിർസ വാങ്ങിക്കോട്ടെ. മിർസ. ഓക്കെ, മിർസ വാങ്ങോ. കൊടുക്കുന്നത് നമ്മുടെ ഷഹീർ എത്തിപ്പെടാൻ പറ്റില്ല. ഷഹീർ കൊടുത്തോളൂ. പ്രിയ സുഹൃത്ത് ജനാർദ്ദനെ എത്തിപ്പെടാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ മരണം സംഭവിച്ചു. അതിനെപ്പറ്റി അപ്പോൾ ഞാൻ സന്തോഷത്തോടും സ്വീകരിച്ചു. അടുത്ത നമ്മളെ ഗാന്ധി സദനം പരിചയപ്പെടുത്തിയത് നമ്മുടെ ഹസൻകയാണ്. അപ്പോൾ ഹസൻക തന്നെ വന്ന് വാങ്ങി. സ്നേഹത്തോടെ എൻ്റെ ആശംസകളാണ്, സ്നേഹമാണ്, സന്തോഷമാണ്. ഓക്കെ, ഇനി ഹസൻക അന്നത്തെ ഏറെ പ്രിയപ്പെട്ട മലപ്പുറത്തുനിന്ന് വന്ന സ്നേഹവീടിൻ്റെ പ്രവർത്തകർ, വളരെ നേരത്തെ തന്നെ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അമ്പലവരെത്തി. നിങ്ങൾ ഇത് എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെന്ന് ബോധ്യപ്പെട്ടു. പല ഭാഗത്തുള്ള ആളുകൾ സ്നേഹമാണ് നിങ്ങളെ അടിസ്ഥാന ചിന്ത, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള നിങ്ങൾ തത്വം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്നേഹ കൂട്ടായ്മയിലൂടെ പരിചയപ്പെട്ട് വിവിധ ആവശ്യങ്ങൾ പരിഹരിച്ചു പോകുന്ന ആൾക്കാർ അല്ലേ. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും, പല വിഷമതകളുണ്ടാവും, ആരോഗ്യ വിഷയങ്ങളുണ്ടാവും, അപകടങ്ങളുണ്ടാവും, തളർന്ന ആളുകളുണ്ടാവും. അവരെയൊക്കെ സ്നേഹത്തോടെ കൂട്ടി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സമൂഹം, കുറച്ച് ആളുകൾ, അത് മലപ്പുറത്തിൻ്റെ മണ്ണിൽ വളരെ സ്നേഹത്തോടെ തന്നെ കൂട്ടായ്മയോടെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല കൊയിലാണ്ടി പല ഭാഗത്തും പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞാൽ വയനാട്ടുകാരായ ഞങ്ങൾക്ക്, നിങ്ങളെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞോളൂ, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രവർത്തനം ഇത് ചാരിറ്റി മാത്രമല്ല, ഇതൊരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത്. സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തനം എക്കാലത്തും വിലപ്പെട്ടതായിരിക്കും. നിങ്ങളുടെ പ്രവർത്തനത്തിന് ഊർജ്ജമേകാൻ സമൂഹത്തിലെ പല ആളുകൾക്കും കഴിയും. അവരെ ചേർത്ത് കിട്ടാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഒരിക്കലും പിന്നോട്ട് പോകാതെ ഈ പ്രവർത്തനം നിങ്ങളെ അവസാനത്തെ, ഈ കൂട്ടായ്മയുടെ അവസാനത്തെ ഇതിൽ കൊഴിയുന്നത് വരെ ഉണ്ടാവട്ടെ ജീവിതത്തിൽ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് സ്നേഹവീടിൻ്റെ ആൾക്കാരെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇതൊരു ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുപരി ഒരു സ്നേഹ കൂട്ടായ്മയാണ്. അപ്പോൾ ഇതെന്നും നിലനിൽക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുണ്ടാവും. അപ്പോൾ യൂണിസ് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇതിൽ എത്തിപ്പെട്ടത്. ഞാൻ പ്രത്യേകം ക്ഷണിച്ചതാണ്. അത് പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.